സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. അത് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും അവരവരുടേതായ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സ്കിൻ പ്രോബ്ലംസ് ഓരോരുത്തരും ഫേസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നേരിടുന്നത് സൺടാൻ, പിഗ്മെന്റേഷൻ, കരിവാളിപ്പ്, റാഷ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവരും നേരിടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ സമ്മർ ടൈമിലും ഓരോരോ സ്കിൻ ടൈപ്പിലുള്ള ആളുകളും അവരവരുടെ സ്കിന്ന് നല്ല രീതിയിൽ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്നും അതേപോലെ സ്കിൻ നല്ല ബ്രൈറ്റനായിട്ടും ഗ്ലോ ആയിട്ടും ഹെൽത്തി ആയിട്ടും എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേനൽക്കാല സൗന്ദര്യ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ സ്കിന്നിനെ ബാധിക്കാതെ ഓൾ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് പപ്പായയാണ്. നല്ല പഴുത്ത പപ്പായയാണ് ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പപ്പായയിൽ ഒരുപാട് വൈറ്റമിൻസും ഫൈറ്റോ കെമിക്കലുകളും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാൻ മാറുവാനും പിഗ്മെന്റേഷൻ കുറയുവാനും സ്കിൻ ഗ്ലോ ആകാനും ബ്രൈറ്റൻ ആകാനും പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനും പപ്പായ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിന് ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പഴുത്ത പപ്പായയാണ്. രണ്ടാമതായി നമുക്ക് വേണ്ടത് കടലമാവാണ്. ധാരാളം പ്രോട്ടീനും വൈറ്റമിനുകളും സിങ്കും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ കടലമാവെന്ന് പറയുന്നത്. സ്കിൻ ബ്രൈറ്റൻ ആകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടാൻ റിമൂവ് ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല നല്ലൊരു എക്സ്ഫോളിയേറ്റർ കൂടിയാണ് ഈ കടലമാവെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ കടലമാവ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓയിലി സ്കിന്നുള്ളവർക്ക് പിമ്പിൾസ് കുറയാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കടലമാവ്. അപ്പോൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് രണ്ടാമതായി നമുക്ക് വേണ്ടത് കടലമാവാണ്. മൂന്നാമതായി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ്. നാരങ്ങ നീരാണ്. നാരങ്ങ നമുക്കറിയാം വൈറ്റമിൻ സി ആണ്. അതുകൊണ്ട് തന്നെ സ്കിൻ ബ്രൈറ്റൻ ആകാനും ടാൻ മാറുവാനും പിഗ്മെന്റേഷൻ കുറയുവാനും സ്കിന്ന് നല്ല ഗ്ലോ ആകുവാനും അതുപോലെ നല്ല ടൈറ്റൻ ആകാനും ഒക്കെ നമുക്ക് നാരങ്ങ നീര് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ മൂന്നാമതായി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു നാരങ്ങയാണ്. നാലാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേനാണ്. എല്ലാ വീഡിയോയിലും ഞാൻ തേനിനെ കുറിച്ച് പറയാറുണ്ട്. ആക്നി പ്രോൺ സ്കിന്നിനും ഏജിങ് സ്കിന്നിനും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേനെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും തേൻ വളരെയധികം നല്ലതാണ്. ആന്റി ബാക്ടീരിയൽ ആയതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഉള്ളവർക്കും ആക്നി ഉള്ളവർക്കും പലതരം സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്കും ഈ തേൻ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് പപ്പായയാണ്, 2 കടലമാവാണ്, 3 നാരങ്ങയാണ്, 4 തേനാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഫേസ് പാക്ക് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളൊരു തക്കാളി എടുക്കുക. എന്നിട്ട് ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ നീര് നന്നായിട്ടൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മുഖത്ത് റബ്ബ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറയാം. 1 സ്പൂൺ കടലമാവ് എടുക്കുക. അതിലേക്ക് നന്നായി അരച്ചെടുത്ത പപ്പായയുടെ പേസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ തേന് കൂടെ ആഡ് ചെയ്യുക. ഒരു 2-3 ഡ്രോപ്സ് നാരങ്ങ നീരും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലും അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യുക. നിങ്ങൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. ഒരു അരമണിക്കൂർ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഡള്ളായി പോകുന്ന സ്കിന്നിനെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും ബ്രൈറ്റൻ ആയിട്ടും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ഫേസ് പാക്കാണിത്. ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായി നിങ്ങൾ ഓയിലി സ്കിൻ ടൈപ്പിലുള്ള ആളുകളാണെങ്കിൽ ഈ സമ്മർ ടൈമിൽ നിങ്ങൾ ഒരുപാട് വിയർക്കുകയും നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ രൂപപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓയിലി സ്കിൻ ടൈപ്പിലുള്ള ആളുകൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യുക. അതുപോലെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ നന്നായി ഉപയോഗിക്കുക. ഒരു ദിവസം
ഒരു 2-3 പ്രാവശ്യമെങ്കിലും മുഖം നന്നായിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമതായി, നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് വരണ്ടു പോകുവാനും പൊട്ടുവാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ മൈൽഡായിട്ടുള്ള ക്ലെൻസറുകൾ അല്ലെങ്കിൽ ഫേസ് വാഷുകൾ ഉപയോഗിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഡ്രൈ സ്കിന്നുള്ളവർ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ നോക്കുക. നല്ലപോലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഷിയ ബട്ടർ, അലോവേറ, ഗ്ലിസറിനൊക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസറും ബോഡി ലോഷനും ഒക്കെ ഈ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SPF 50 അടങ്ങിയ ഒരു സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റായിട്ടും യൂസ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ നന്നായി വെള്ളം കുടിക്കുക. നമ്മൾ ഡ്രൈ സ്കിന്നുള്ളവർ സ്കിന്ന് വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് വെള്ളം നന്നായി കുടിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാരാണ് നിങ്ങളെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള വളരെ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ നിങ്ങൾ യൂസ് ചെയ്യുക. അലോവേറ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ SPF 50 ഉള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനും മറക്കരുത്. പരമാവധി നിങ്ങൾ വെയിലിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ ഇറങ്ങേണ്ടി വന്നാൽ ഒരു കുടയെടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇതൊക്കെയാണ് വേനൽക്കാലത്ത് ഓരോ സ്കിൻ ടൈപ്പിലുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ, ഈ പറഞ്ഞ ഫേസ് പാക്കും കൂടെ ഇതിനോടൊപ്പം നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ എത്ര കത്തുന്ന വേനലാണെങ്കിലും നിങ്ങളുടെ സ്കിൻ വളരെ ഹെൽത്തി ആയിട്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാലാവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സ്കിന്നാണ്, അത് വളരെ ഹെൽത്തി ആയിട്ട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. ഈ സമയത്ത് നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കേണ്ടതും അനിവാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.